Hi friends, Andro Creationsile പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേയുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസുകൾ ഞങ്ങൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് മാറാം എന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയെ കുറിച്ചാണ്. നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ മാറാൻ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ മാറാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഡിസ്പ്ലേ മാറാൻ ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് ഷോപ്പിൽ നിന്നും ഡിസ്പ്ലേ മാറി നമുക്ക് കൈ കിട്ടുമ്പോഴത്തേക്കും അവർ ഇട്ട ഡിസ്പ്ലേ, അതായത് ഷോപ്പിൽ നിന്നും ഇട്ട ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള 5 പോയിന്റുകളാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒറിജിനൽ ഡിസ്പ്ലേ നിങ്ങളൊരു സർവീസ് സെൻറ്ററിൽ പോയിട്ടാണ് നിങ്ങൾ ഡിസ്പ്ലേ മാറുന്നതെങ്കിൽ അവർ ഒറിജിനൽ ഡിസ്പ്ലേ, അതായത് കമ്പനി OG ഡിസ്പ്ലേ ആയിരിക്കും അവർ ഇടുന്നത്. എന്നാൽ ഒറിജിനൽ ഡിസ്പ്ലേക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. നമ്മളിപ്പോൾ ഒരു ഡിസ്പ്ലേ മാറാൻ സർവീസ് സെൻറ്ററിൽ പോകുമ്പോഴത്തേക്കും ഒരു ഫോൺ വാങ്ങിച്ചതിൻ്റെ ഏകദേശം 3/4% തന്നെ നമുക്ക് ഡിസ്പ്ലേ മാറാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലുള്ള ഷോപ്പിൽ കൊടുത്ത് നമ്മൾ കോപ്പി ഡിസ്പ്ലേകൾ യൂസ് ചെയ്യാറുണ്ട്. കോപ്പി ഡിസ്പ്ലേക്ക് വില കുറവാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോപ്പി ഡിസ്പ്ലേകൾ എന്ന് പറയുന്നത് പല ക്വാളിറ്റികളിലുമുണ്ട്. OG ക്വാളിറ്റിയിൽ മുതൽ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പല ക്വാളിറ്റികളുണ്ട്. ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും വിലയിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലിട്ട ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഒന്നാമതായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. നമ്മൾ ഡിസ്പ്ലേ എടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് മാക്സിമം ആക്കി നോക്കുക. നല്ല മാക്സിമം ആകുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ്നസ് നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ നല്ലതായിരിക്കും, ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയിരിക്കും. ഏകദേശമൊക്കെ നമ്മൾ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കുറച്ച് നോക്കുക. കുറയ്ക്കുമ്പോഴത്തേക്കും ഡിസ്പ്ലേ പൂർണ്ണമായിട്ട് നല്ല ബ്രൈറ്റ്നസ് നല്ല കുറഞ്ഞു പോകുന്നു, ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ, ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിസ്പ്ലേ ക്വാളിറ്റി കുറഞ്ഞതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടാണ് ബ്രൈറ്റ്നസ് ഫുള്ള് കുറയ്ക്കുമ്പോഴത്തേക്കും നല്ല ഡിമ്മായി പോകുന്നത്, ബ്രൈറ്റ്നസ് നല്ല ഡിമ്മായി പോകുന്നത്. അപ്പോൾ ഇത് ക്വാളിറ്റി കുറഞ്ഞ, ഇതൊരു കോപ്പി ഡിസ്പ്ലേ, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു കോപ്പി ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ആണ് ഇട്ടിരിക്കുന്നത്. കാരണം കസ്റ്റമർക്ക് ഇതിൻ്റെ ഡേറ്റ മാത്രം മതി, അവർക്ക് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ വേണ്ട. എങ്ങനെയെങ്കിലും അവരുടെ ഡേറ്റ എടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഡിസ്പ്ലേ മാറാൻ തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ, ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ആണ് ഇട്ടത്. അതുകൊണ്ട് തന്നെയാണ് ബ്രൈറ്റ്നസ് വളരെയേറെ കുറയ്ക്കുമ്പോഴത്തേക്കും ഫുള്ള് ഡിമ്മായി പോകുന്നത്. ഓക്കെ, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നാമതായിട്ട്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കളർ ഷെയ്ഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്പ്ലേയുടെ എവിടെയെങ്കിലുമൊക്കെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും കുറച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും അവിടെ കളർ ഷെയ്ഡ് വരുന്നുണ്ട്, നല്ല ഒരുമാതിരി അവിടെ കളർ ഷെയ്ഡായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഷെയ്ഡായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ്, ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ആണ് എന്നുള്ളത് ഉറപ്പിക്കാം. അതായത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, എവിടെയെങ്കിലും നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും അവിടെ ഷെയ്ഡ് വരും. മെയിനായിട്ട് നിങ്ങൾ ഈ സൈഡിലൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഷെയ്ഡ് വരുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടച്ച് ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ട്, ഹാർഡായിട്ട് നമ്മൾ ടച്ച് ചെയ്യേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡായിട്ട് പ്രസ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഹാർഡായിട്ട് തന്നെ സ്വൈപ്പ് ചെയ്യണം. നല്ല സോഫ്റ്റ്നെസ് കിട്ടത്തില്ല, നമ്മൾ ടച്ചിന് നല്ല സോഫ്റ്റ്നെസ് ഇല്ല, നല്ല ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ അതും ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേയുടെ ഒരു കാര്യമാണ്. ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേക്ക് നല്ല ഹാർഡ് ടച്ചിങ് വേണ്ടി വരും, ടച്ചിന് നല്ല സ്മൂത്ത്നെസ് കാണത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിറ്റിങ്സിൻ്റെ കാര്യമാണ്. ഫിറ്റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഫ്രെയിമിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ നിങ്ങൾ എഡ്ജ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എഡ്ജിൽ ഫിറ്റിങ്സ് കറക്റ്റ് ആവാതെ എവിടെയെങ്കിലുമൊക്കെ പൊങ്ങിയും താന്നൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേയുടെ ഫിറ്റിങ്സിന് കുഴപ്പമാണ്. ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേക്ക് ഫിറ്റിങ്സ് വളരെ നല്ല രീതിയിലുള്ള ഫിറ്റിങ്സ് കിട്ടത്തില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഫിറ്റിങ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതും ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേക്ക് ഒരു ഉദാഹരണമാണ്. ഓക്കെ, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേയുടെ ഹീറ്റിംഗ്. അതായത് നമ്മൾ ഫോണ് ഡിസ്പ്ലേ ഓണാക്കി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ഡിസ്പ്ലേ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ
അതും ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേക്ക് ഒരു കാരണമാണ്. ഓക്കെ, ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹീറ്റാവും, ഫോണിൻ്റെ ഡിസ്പ്ലേ നല്ല രീതിയിൽ ഹീറ്റാവും. ബാക്ക് വശത്ത് ഹീറ്റ് ആയില്ലെങ്കിലും നമ്മുടെ ഡിസ്പ്ലേയിൽ നല്ല ഹീറ്റിംഗ് കാണിക്കും. അതും ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേയുടെ ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു ഡിസ്പ്ലേ മാറാൻ പോകുമ്പോഴത്തേക്കും, ഷോപ്പിൽ കൊടുക്കുമ്പോഴത്തേക്കും മാക്സിമം അവരോട് പറയുക ക്വാളിറ്റി കൂടിയ ഡിസ്പ്ലേ തന്നെ ഇടുക. ഒരു 200-300 രൂപയുടെ വ്യത്യാസമേ വരുള്ളൂ. ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയിട്ട് 200-300 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. അത് നിങ്ങൾ നോക്കണ്ട, നല്ല ക്വാളിറ്റിയുടെ ഡിസ്പ്ലേ തന്നെ മാറാൻ ശ്രമിക്കുക. കാരണം എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ നല്ല ബ്രൈറ്റ്നസ്, നമ്മുടെ ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കളറൊന്നും നല്ല രീതിയിൽ കാണത്തില്ല. അതുകൊണ്ട് ബ്രൈറ്റ്നസ് നല്ല രീതിയിലുള്ളതായിരിക്കണം. അതുപോലെ ടച്ചൊക്കെ നല്ല സെൻസിറ്റിവിറ്റി, നല്ല സോഫ്റ്റ് ടച്ചിങ് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെ ഇടണം. അപ്പോൾ നമ്മൾ 200-300 രൂപ ലാഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ലോ ക്വാളിറ്റി ഡിസ്പ്ലേ ഇടാൻ ഒരിക്കലും കസ്റ്റമറോട് നിങ്ങൾ ടെക്നീഷ്യനോട് പറയരുത്. നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പലരും എന്നോട് ഡിസ്പ്ലേ മാറിയതിനു ശേഷം പല പ്രോബ്ലംസുകളും എന്നോട് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഡിസ്പ്ലേ മാറിയതിൻ്റെ പ്രോബ്ലംസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറുമൊക്കെ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ലോ ക്വാളിറ്റി ആണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതുമായിട്ടുള്ള ഡിസ്പ്ലേകൾ തമ്മിൽ ഏകദേശം 300-400 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും ക്വാളിറ്റി കൂടിയ ഡിസ്പ്ലേ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ.